ഒരിക്കലും ചോദിക്കാറില്ല. അവർ ജീവിതത്തോട് റിയാക്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. മെസ്സേജുകൾക്ക് മറുപടി നൽകുന്നതിലും ഈ നോട്ടിഫിക്കേഷൻ അല്ലേ ഫോണിൽ വരുന്ന അതിൻ്റെയൊക്കെ തിരക്കിലാണ്. ഇനി ജോലിയുടെ തിരക്കിലാണ്. പക്ഷേ ഒരു പ്രഭാത വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾ അങ്ങനെ തിരക്കിലല്ല. നിങ്ങൾ വ്യത്യസ്തമായ എന്തെങ്കിലും ആരംഭിച്ച് you have stepped into awareness and now you can choose not only what you want to do today but also who you want to be tomorrow. അതാണ് ഒരു പ്രഭാത ദിനചര്യയുടെ യഥാർത്ഥ സമ്മാനം. ഭാവി രൂപകൽപ്പന ചെയ്യാൻ അത് നമുക്ക് സ്പേസ് തരും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആകേണ്ട വ്യക്തിയെ കണ്ടെത്താനാവില്ല. പക്ഷേ അയാൾ രാവിലെ മുതൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ഒരു മികച്ച പേഴ്സണാലിറ്റിയിലേക്ക് ഒറ്റയടിക്ക് മാറുകയല്ല, മറിച്ച് ദൈനംദിനം പർപ്പസ്ഫുള്ളി അയാളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ ഞാൻ നടത്തിയ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം എന്താണെന്നറിയോ? സിമ്പിളാണ്. ഞാൻ മാറാതെ കാര്യങ്ങൾ മാറില്ല. നമുക്ക് മാറുന്നതിലൂടെ കാര്യങ്ങൾ മാറ്റാം. കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കൂടുതലാവണം. വിജയം വേണമെങ്കിൽ നമ്മൾ വിജയം പിന്തുടരുത്. ഡോണ്ട് ചേസ് ഡ്രീംസ്. കഴിവുകൾ, ശീലങ്ങൾ, അച്ചടക്കം ഇവ പിന്തുടരുക. വിജയം എന്നത് നിങ്ങൾ പിന്തുടരുന്ന ഒന്നല്ല, നിങ്ങൾ ആരായിത്തീരുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ്. ഞാൻ പ്രഭാതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. പ്രഭാതം ആരംഭിക്കുന്നത് പ്രഭാതത്തിലാണ്, അതോർക്കണം. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് റീസെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് അതെല്ലാം പുതുക്കാനുമുള്ള ഒരു നിശബ്ദ അവസരം എല്ലാ ദിവസവും പ്രഭാതം തരും. ആരും നിങ്ങളെ കാണുന്നില്ല, ആരും നിങ്ങളെ നിരീക്ഷിക്കുന്നില്ല. എന്നാൽ അപ്പോഴാണ് മാജിക് സംഭവിക്കുന്നത്. നിശബ്ദതയിലാണ്